വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. വി രാജേഷ് BJP മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അധികാരമേറ്റെടുത്ത ഉടനെ നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. അതിൽ KSRTCയെ കുറിച്ചായിരുന്നു ഏറ്റവും പ്രധാനം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ 113 ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷന് ലഭിച്ചിരുന്നു. ആ ബസ്സുകൾ സർവീസ് നടത്താൻ ഏൽപ്പിച്ചത് KSRTCയാണ്. KSRTC ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല ഓടിക്കുന്നത്, തൊട്ടടുത്ത നഗരങ്ങളിലേക്ക് എന്ന് വെച്ചാൽ നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ തുടങ്ങിയ പ്രദേശങ്ങളിലും ബസ് ഓടിക്കുന്നു. അത് തെറ്റാണ്, കരാർ ലംഘനമാണ്. ഇങ്ങനെ പോയാൽ ഈ ബസ്സുകൾ കോർപ്പറേഷൻ ഏറ്റെടുക്കും, KSRTCയിൽ നിന്ന് ഏറ്റെടുക്കും. ഇതൊക്കെയായിരുന്നു വി രാജേഷിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. അതിനാണ് ചുട്ട മറുപടി കൊടുത്തത് മന്ത്രി ഗണേഷ് കുമാർ. അത് ഒന്നുകൂടി കേൾക്കാം. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തൻകോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് ബസ് സ്റ്റോപ്പ് നമുക്ക് സ്റ്റേഷനുള്ളത്. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യണ്ടേ നഗരത്തിലേക്ക്? നെയ്യാറ്റിൻകരയുള്ളവരെ കൊണ്ടുവന്നിട്ട് കരമനയിൽ ഇറക്കി പിന്നെ പാപ്പനംകോട് ഇറക്കി വിട്ടിട്ട് വേറെ വണ്ടി കയറാൻ പറയാൻ പറ്റത്തില്ല. KSRTC സംബന്ധിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്രക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. പിന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഈ 113 കിലോമീറ്റർ വണ്ടികളിൽ 3-4 കിലോമീറ്ററാണ് ചില വണ്ടികൾ ഔട്ടറിലേക്ക് പോകുന്നത്. ഈ എഗ്രിമെൻറ്റിന് പ്രകാരം ഇതിൻ്റെ GPS പൊസിഷൻ പരിശോധിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട് സിറ്റി CEOയ്ക്കാണ്. അവർക്ക് അപ്പോഴപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കില്ലേ, കണ്ടോളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം അതല്ല. ഞാനൊരു കാര്യം പറയുന്നു, കേരളത്തിലെ ജനങ്ങളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എപ്പോഴാണോ കോർപ്പറേഷന് ഈ സാധനം ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞൊരു കത്ത് CMDക്ക് കൊടുത്താൽ മതി. 24 ഹവേഴ്സിനുള്ളിൽ അവർ പറയുന്ന സ്ഥലത്ത് ഈ വണ്ടി ഇട്ട് കൊടുക്കും. പകരം 113 വണ്ടിക്ക് പകരം 150 വണ്ടി, അതിലധികം വണ്ടി ഞാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഉറപ്പ് നൽകുന്നു. പറഞ്ഞാൽ 24 മണിക്കൂർ പറഞ്ഞാൽ 24 മണിക്കൂറിൽ ഈ 150 വണ്ടിയും സിറ്റിയിലുണ്ടായിരിക്കും, ഓടിയിരിക്കും. അത് സിറ്റിക്ക് പുറത്തുനിന്ന് ഓടിക്കും, നെടുമങ്ങാടെന്ന് ഓടിക്കും. നെടുമങ്ങാടെന്നുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, നെയ്യാറ്റിൻകരയുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ, ബാലരാമപുരത്തുള്ളൊരു തിരുവനന്തപുരത്ത് വരണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് മാത്രം ഓടിക്കുക. എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, പീക്ക് അവേഴ്സിൽ സിറ്റിക്കകത്ത് മാക്സിമം ഓടിയതിനു ശേഷം സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വി രാജേഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, കേന്ദ്ര സർക്കാർ സൗജന്യമായി തന്ന ബസ്സുകളിൽ നിന്ന്. കേന്ദ്ര സർക്കാർ സൗജന്യമായി തന്നതല്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് നൽകുന്നത് 500 കോടി രൂപയാണ്. സംസ്ഥാന സർക്കാരും തുല്യ തുക നൽകണം, 500 കോടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കോർപ്പറേഷന്റെ പണം കൂടിയുണ്ട്. 135.7 കോടി രൂപ കോർപ്പറേഷൻ നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പണമാണ് കൂടുതൽ. ഏകദേശം 60% വരും. 40% കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതിൽ നിന്നാണ് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിക്കുന്നത്. അതാണ് സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകിയത് എന്നൊക്കെ പറയുന്നത് മേയർ വി രാജേഷ്. അതിനെയാണ് പൊളിച്ചടുക്കിയത് ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. കേന്ദ്രം നൽകിയിട്ടുള്ളത് 500 കോടി. അപ്പോൾ ആ പദ്ധതിയുടെ 50%-ലധികം തുക, ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഇപ്പോൾ ഇതാ എല്ലാം പിൻവലിച്ചിരിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, കരാർ പാലിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. KSRTC ബസ് തിരിച്ചെടുക്കുന്ന നടപടികളൊന്നും ഞങ്ങൾക്കില്ല, അത്തരമൊരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ മേയർ പറയുന്നത്. എന്ന് വെച്ചാൽ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ
കൃത്യം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബോധം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് പദ്ധതി എന്നോ, എങ്ങനെയാണ് നടപ്പാക്കുന്നത് എന്നോ, എങ്ങനെയാണ് ഒരു പദ്ധതി പ്രാക്ടിക്കലായി നടപ്പാക്കേണ്ടത് എന്നോ ഒരു ധാരണയുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുക, അങ്ങനെ കയ്യടി നേടുക. BJPയുടെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രോത്സാഹനമായിരുന്നു. മേയർ VV രാജേഷിന് ഇതാ തുടങ്ങിയിരിക്കുന്നു മേയർ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോഴിതാ ഒന്നും തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, സാഷ്ടാംഗം പ്രണമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് KB ഗണേഷ് കുമാറിന്റെ മുന്നിൽ മുട്ടുമടക്കിയ മേയറെയാണ്, BJP മേയറെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതും കൂടി കേൾക്കുക. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനോ ഉള്ള ആവശ്യമില്ല. ഈ കരാർ നടപ്പിലാക്കണമെന്നുള്ള മാത്രമാണ് നമ്മുടെ ആവശ്യം. ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ 113 ബസ് ഞങ്ങൾക്ക് തരാം, KSRTC സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തയുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ബസ്സുകൾ KSRTC സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ കിടക്കുള്ളൂ എന്ന് ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല. കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻറ്റ് ലാൻഡുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ 100 1000 ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല, അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. വെറുതെ എന്തെങ്കിലും പറയുകയല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. സർക്കാരിനെ വിമർശിക്കണം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ സർക്കാരിനെ വിമർശിക്കുമ്പോൾ അതിൽ കാതലുണ്ടാകണം. അതില്ല. രാഷ്ട്രീയം പറഞ്ഞ് ഏതെങ്കിലും സംഘപരിവാറിന്റെ ശാഖകളിൽ പറയുന്നത് പോലെ മേയർ സ്ഥാനത്ത് ഇരുന്ന് സംസാരിച്ചാൽ ഇതുപോലെ കിട്ടും തിരിച്ചടി. ഇത് ആദ്യമായി കിട്ടിയതാണ്, ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ വഴിയേ എന്നാണ് BJP നേതാക്കൾ തന്നെ പറയുന്നത്.